കാറിടിച്ച് 2 ബൈക്ക് യാത്രക്കാർക്ക് ഗുരുതര പരിക്കേറ്റ സംഭവത്തിൽ നടനും നിർമ്മാതാവുമായ മണിയമ്പിള്ള രാജുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടു. സ്റ്റേഷനിൽ ഹാജരായ മണിയമ്പിള്ള രാജുവിന്റെ അറസ്റ്റ് മ്യൂസിയം പോലീസാണ് രേഖപ്പെടുത്തിയത്. നടനെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി. ബൈക്ക് കാറിലേക്ക് വന്ന് ഇടിക്കുകയായിരുന്നുവെന്നും ഭയം കൊണ്ടാണ് പുറത്തിറങ്ങാതിരുന്നതെന്നും മണിയമ്പിള്ള രാജു പറയുന്നു. മണിയമ്പിള്ള രാജു അപകടമുണ്ടാക്കുകയായിരുന്നുവോ അതോ ബൈക്കുകാരുടെ അശ്രദ്ധയായിരുന്നുവോ എന്നുള്ളത് പോലീസിന്റെ അന്വേഷണത്തിലാണ് തെളിയേണ്ടത്. കാർ ഇടിച്ച് 2 ബൈക്ക് യാത്രക്കാർക്ക് ഗുരുതരമായ പരിക്കേറ്റ സംഭവമാണ്. നടനും നിർമ്മാതാവുമായ മണിയമ്പിള്ള രാജുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടിരിക്കുന്നു. സ്റ്റേഷനിൽ ഹാജരായ മണിയമ്പിള്ള രാജു, അതായത് അപകടം നടന്ന് വാഹനം നിർത്താതെ പോയിട്ട് സ്റ്റേഷനിൽ ഹാജരായിട്ടുള്ള മണിയമ്പിള്ള രാജുവിന്റെ അറസ്റ്റ് മ്യൂസിയം പോലീസ് രേഖപ്പെടുത്തി. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ മണിയമ്പിള്ള രാജുവിനെ വൈദ്യപരിശോധന നടത്തി. മദ്യപിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ. ബൈക്ക് കാറിലേക്ക് വന്നിടിക്കുകയായിരുന്നു എന്നാണ് മണിയമ്പിള്ള രാജുവിൻ്റെ വിശദീകരണം. അതേസമയം അവിടെ വണ്ടി നിർത്തിയിരുന്നെങ്കിൽ ഒരു ചലച്ചിത്ര നടൻ എന്നുള്ള നിലയ്ക്ക് അല്ലാതെ തന്നെ മറ്റുള്ളവരാൽ ആക്രമിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടായിരുന്നു. ഇനി നടനാണെങ്കിലും അല്ലെങ്കിൽ പോലും ഇത്തരമൊരു അപകടം നടന്നാൽ പല ഘട്ടങ്ങളിലും ആ വാഹനം ഓടിച്ച ആളെ നാട്ടുകാരോ മറ്റുള്ളവരോ കാരണം കൂടാതെ അല്ലെങ്കിൽ ഈ പരിക്കേറ്റവരോ ഒക്കെ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളോ ഒക്കെ ആക്രമിക്കുന്ന ഒരു അവസ്ഥ കേരളത്തിൽ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് പുറത്തിറങ്ങാതിരുന്നത് എന്നുള്ള രീതിയിലുള്ള വിശദീകരണമാണ് മണിയമ്പിള്ള രാജു പറഞ്ഞിരിക്കുന്നത്. വിനയ രാജി ഈ അപകടത്തിൻ്റെ വിവരങ്ങൾ നൽകുന്നു. വിനയ, ഏറ്റവും നിർണായകമായിട്ടുള്ള CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ മണിയമ്പിള്ള രാജു വ്യക്തമാക്കിയ കാര്യം ഈ ബൈക്കുകാരാണ് കാറിലേക്ക് വന്നിടിച്ചതെന്നായിരുന്നു മണിയമ്പിള്ള രാജു വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ അത് ശരിവെക്കുന്ന തരത്തിലുള്ള CCTV ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പക്ഷെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വെള്ളയമ്പലത്ത് നിന്നും വഴുതക്കാടേക്ക് പോകുന്ന ബൈക്കാണ്. ഈ ട്രിവാൻഡ്രം ക്ലബിൽ നിന്നും കാർ ഇറങ്ങുന്നു. ആ കാർ ഇറങ്ങുന്നത് ആ ബൈക്ക് യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ ബൈക്ക് സ്പീഡിലായതുകൊണ്ട് നിർത്താൻ സാധിക്കാത്തത് മൂലം ഈ കാറിന്റെ ബോണറ്റിൽ ഇടിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ അടക്കം വ്യക്തമാക്കുന്നത്. പക്ഷേ അവിടെ നോക്കുകയാണെങ്കിലും മണിയമ്പിള്ള രാജുവിനൊന്ന് ശ്രദ്ധിച്ചാൽ ഒരു പക്ഷേ ഈ ഒരു അപകടം ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു എന്നും പറയാൻ സാധിക്കും. കാരണം ഈ കാറിന്റെ വലതുവശത്തോടു കൂടിയാണ് ഈ ബൈക്ക് വരുന്നത്. ഒരു പക്ഷേ ഈ കാർ സീറ്റിൽ ഇരുന്നു കൊണ്ട് വലതുവശത്തേക്ക് നോക്കുകയായിരുന്നെങ്കിൽ ഈ ബൈക്ക് വരുന്നത് ശ്രദ്ധയിൽപ്പെടുകയും ഒരു പക്ഷേ ഈ വാഹനം വേഗത കുറയ്ക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഈ അപകടം പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ മണിയമ്പിള്ള രാജു ചെയ്ത പ്രധാനപ്പെട്ട തെറ്റെന്ന് പറയുന്നത് ഈ വാഹനം ഇടിച്ച ശേഷവും വാഹനം നിർത്താൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. വാഹനം എടുത്തു പോവുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ദൃശ്യങ്ങളിലടക്കം തന്നെ വ്യക്തമാണ്. ഈ കാറിന്റെ ബോണറ്റ് പൂർണ്ണമായും തകർന്നിരിക്കുന്ന ഒരു നിലയാണുള്ളത്. ഈ വാഹനം ഈ ബൈക്ക് വന്ന് ഈ വാഹനത്തിൽ ഇടിക്കുമ്പോൾ ബൈക്ക് യാത്രികർ തെറിച്ച് വീഴുന്നത് 20 മീറ്ററോളം അകലെ ഈ തെറിച്ച് വീഴുന്നതടക്കം തന്നെ ദൃശ്യങ്ങളിൽ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഈ വാഹനം നിർത്താനോ ഈ പരിക്ക് പറ്റിയവർക്ക് പ്രാഥമികമായിട്ടുള്ള ചികിത്സ നൽകാനൊന്നും തന്നെ തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 9:30 കൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടായത്. അതിൽ പ്രധാനമായും ഈ വാഹനം നിർത്താത്തതിന്റെ കാരണം മണിയമ്പിള്ള രാജു വ്യക്തമാക്കുന്നത് തനിക്ക് പെട്ടെന്ന് ഭയം വന്നു. ഈ വാഹനം ഇടിച്ചതോടുകൂടി തന്നെ തനിക്ക് ഭയം വന്നു. അതുമൂലമാണ് താൻ വാഹനം നിർത്താതെ പോയതെന്നാണ് മണിയമ്പിള്ള രാജു വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് പറയുന്നത്. ഈ ട്രിവാൻഡ്രം ക്ലബിലെ ഒരു പരിപാടിയിലേക്കാണ് പോയത്. അവിടെ നിന്നും മകന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഈ ഒരു അപകടം ഉണ്ടായത്. ഈ അപകടം ഉണ്ടായ സമയത്ത് തന്നെ ക്ലബ് അധികൃതരെ വിളിച്ച് താൻ വാഹനം ഒരു അപകടത്തിൽ പെട്ടിട്ടുണ്ട്, ആംബുലൻസ് അയക്കണം എന്നുള്ള കാര്യങ്ങൾ മണിയമ്പിള്ള രാജു വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. അതിനുശേഷം പിന്നീട് ഈ ക്ലബ്ബ് അധികൃതരാണ് പോലീസിനെ വിളിച്ച് വിവരം അറിയിക്കുന്നത്. പിന്നീട് പോലീസ് വന്ന് പരിശോധന അടക്കം തന്നെ നടത്തുന്നു. പക്ഷേ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി ഒരു അപകടം ഉണ്ടായ സമയത്ത് കൃത്യമായിട്ടുള്ള ഒരു നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പേരിന് 2 പോലീസ് ഉദ്യോഗസ്ഥരെ മണിയമ്പിള്ള രാജുവിന്റെ വീട്ടിലേക്ക് അയക്കുന്നു, പരിശോധന നടത്തുന്നു. പക്ഷേ വീട് പൂട്ടിയിരിക്കുന്ന നിലയിലാണ്. മണിയമ്പിള്ള രാജുവിന്റെ ഫോൺ ഓഫാണ്. അതിനുശേഷമാണ് പിന്നീട് മണിയമ്പിള്ള
രാജു പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നു. താൻ നാളെ രാവിലെ വന്ന് ഹാജരാകാം, നാളെ രാവിലെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാമെന്ന് പറയുന്നു. അതെല്ലാം തന്നെ പിന്നീട് മണിയംപിള്ള രാജുവിൻ്റെ നേതൃത്വം, അല്ലെങ്കിൽ മണിയംപിള്ള രാജു പറയുന്നത് പോലെ പോലീസ് പ്രവർത്തിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം വേണ്ട രീതിയിലുള്ള ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ഈ വാഹനം കണ്ടെത്താനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. അതിൽ പോലീസ് നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത് മണിയംപിള്ള രാജു വിളിച്ചിരുന്നു, രാവിലെ 9:30 വരാം, പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാമെന്ന് പറഞ്ഞു, വാഹനം താൻ തന്നെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് വേണ്ട നടപടികളൊന്നും തന്നെ സ്വീകരിക്കാത്തതെന്നായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നും വന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള ഒരു ഗുരുതരമായിട്ടുള്ള പിഴവ് തന്നെയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഏകദേശം നിരവധിയായിട്ടുള്ള, അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു അപകടം നടന്നതിന് ശേഷം 12 മണിക്കൂറിന് ശേഷമാണ് ഈ വൈദ്യ പരിശോധന നടത്തിയിരിക്കുന്നത്. മണിയംപിള്ള രാജു പറയുന്നുണ്ട് തനിക്ക് ക്യാൻസർ ആണ്, കഴിഞ്ഞ 2 വർഷമായി താൻ മദ്യം ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് മദ്യം കഴിച്ചുകൊണ്ടല്ല വാഹനം ഓടിച്ചതെന്നാണ് മണിയംപിള്ള രാജുയുടെ ഭാഗത്തു നിന്നും വരുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത്. പക്ഷെ അത് എത്രത്തോളം വിശ്വസനീയമാണ് എന്നതടക്കം പരിശോധിക്കണമെങ്കിൽ ഈ വൈദ്യപരിശോധനാ ഫലം പുറത്തു വന്ന് മാത്രമേ വൈദ്യപരിശോധന ഫലം പുറത്തു വരേണ്ടതുണ്ട്. പക്ഷേ ഈ 12 മണിക്കൂറിന് ശേഷമാണ് വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയത്. അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്നൊന്നും പറയാൻ സാധിക്കുകയില്ല. നാളെയാണ് വൈദ്യപരിശോധനാ ഫലം വരുന്നത്. അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം പ്രായോഗികമാകുമെന്നതടക്കം ഈ വൈദ്യപരിശോധനാ ഫലം വരുമ്പോൾ മാത്രമേ പുറത്ത് അറിയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ മണിയംപിള്ള രാജു ആവർത്തിച്ച് പറയുന്നത് താൻ മദ്യപിച്ചിട്ടില്ല, കഴിഞ്ഞ 2 വർഷമായി താൻ മദ്യപിക്കുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. പക്ഷേ എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു അപകടം നടന്നതിന് ശേഷം ഒരുപക്ഷെ ഈ വാഹനം നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഒരുപക്ഷെ മണിയംപിള്ള രാജുവിന് കേൾക്കേണ്ടി വരികയില്ല. നമുക്കറിയാം, സമൂഹത്തിൽ തന്നെ ഒരു സംവിധായകനാണ്, ഒരു നടനാണ്, ആളുകളടക്കം തന്നെ കാണുന്ന ഒരു സിനിമാ നടനാണ്. അതുകൊണ്ട് തന്നെ ഒരു നടന്റെ ഭാഗത്തു നിന്നുമാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലും എടുത്തു പറയേണ്ടത്, ഒരു സാധാരണക്കാരനാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം സംഭവിച്ചത് അല്ലെങ്കിൽ അപകടപ്പെടുത്തിയത് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്ന പോലീസ്, ഒരുപക്ഷെ അന്ന് രാത്രി തന്നെ നടപടി സ്വീകരിക്കേണ്ട പോലീസ് ആ അപകടം നടന്നതിന് ശേഷം പിറ്റേ ദിവസമാണ് നടപടികൾ സ്വീകരിക്കുന്നത്, വേണ്ട രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയത് എന്നത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം തന്നെയാണ്. മ്യൂസിയം പോലീസിന്റെ ഭാഗത്തു നിന്നും വന്നത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയെന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. MS മ്യൂസിയം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ച വന്നു എന്നാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ വിനയ സൂചിപ്പിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവരുടെ വിശദീകരണം വരേണ്ടിയിരിക്കുന്നു. പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള കൃത്യമായിട്ടുള്ള വിശദീകരണവും വേണ്ടി വരുന്നു. എന്തായാലും വാഹനാപകടത്തിൽ അറസ്റ്റിലായ മണിയംപിള്ള രാജുവിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. സ്റ്റേഷൻ ജാമ്യത്തിലാണ് മണിയംപിള്ള രാജുവിനെ വിട്ടയച്ചിരിക്കുന്നത്. മണിയംപിള്ള രാജു ഓടിച്ച കാറും കണ്ടെത്തിയിരിക്കുന്നു. വഴുതക്കാട്ടെ വാഹനാപകടത്തിൽ പോലീസ് സ്റ്റേഷനിൽ നടൻ മണിയംപിള്ള രാജു ഹാജരായിരുന്ന കാര്യം ഓർമ്മിക്കുക. രാവിലെ 9:45 മണിയംപിള്ള ഹാജരായത്. ഭാര്യ വീട്ടിൽ തനിച്ചായതുകൊണ്ടാണ് വാഹനാപകടത്തിന് പിന്നാലെ കാർ നിർത്താതെ പോയത് എന്ന് മറ്റൊരു ഭാഗത്ത് മണിയംപിള്ള രാജു പറയുന്നുണ്ട്. ഈ അപകടം നടന്ന ഉടൻ തന്നെ താൻ ഭയന്നു പോയി എന്നുള്ള കാര്യം സൂചിപ്പിക്കുന്നു. വാഹനം ഓഫാകുമോ എന്ന് ഭയമുണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിർത്താതെ പോയത് എന്ന് പറയുകയും ചെയ്തിരുന്നു. പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിക്കാൻ താൻ വിളിച്ചു പറഞ്ഞിരുന്നുവെന്ന് മണിയംപിള്ള രാജു പോലീസിനോട് സൂചിപ്പിച്ചിരിക്കുന്നു. വാഹനം ഇടിച്ചിട്ടും നിർത്താതെ പോയത് തെറ്റ് തന്നെയാണ് എന്നും മണിയംപിള്ള രാജു മാധ്യമപ്രവർത്തകരോട് പറയുകയുണ്ടായി. മ്യൂസിയം സ്റ്റേഷനിൽ സുഹൃത്തിനോടൊപ്പം എത്തിയാണ് മണിയംപിള്ള രാജു അവിടെ ഹാജരായത്. സുധീർ കുമാർ രാജു എന്നാണ് കാറിൻ്റെ RC ഉടമസ്ഥൻ്റെ പേര് എന്നാണ് ഇന്നലെ രാത്രി പോലീസ് നൽകിയിട്ടുള്ള വിവരം. നടൻ്റെ വാഹനമാണെന്നും ഡ്രൈവറായിരിക്കും വാഹനം ഓടിച്ചതെന്നും സ്ഥിരീകരിക്കാത്ത ചില വിവരങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ താൻ തന്നെയാണ് വാഹനം ഓടിച്ചതെന്ന് മണിയംപിള്ള രാജു ഇന്ന് രാവിലെ സ്റ്റേഷനിലെത്തി സ്ഥിരീകരിക്കുകയുണ്ടായി. സുബ്രഹ്മണ്യം ഹാളിലെ ഒരു ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുമ്പോഴാണ് അപകടമുണ്ടായത് എന്നും മണിയംപിള്ള രാജു വ്യക്തമാക്കുകയുണ്ടായി. അപകടത്തിന് പിന്നാലെ മണിയംപിള്ള രാജുവിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു. പോലീസ് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ മണിയംപിള്ള രാജുവിനെ അന്വേഷിച്ചെത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. താൻ ഇന്ന് പോലീസിന് മുമ്പാകെ ഹാജരാകുമെന്നും വാഹനം ഓടിക്കുമ്പോൾ മദ്യപിച്ചിരുന്നില്ല എന്നും ബൈക്ക് തൻ്റെ കാറിന് പിന്നിൽ ഇടിക്കുകയായിരുന്നു എന്നുമാണ് മണിയംപിള്ള രാജു പറഞ്ഞിരിക്കുന്നത്. ഈ വാർത്തയ്ക്ക് സ്വാഭാവികമായിട്ടും തുടർച്ച ഉണ്ടാവേണ്ടിയിരിക്കുന്നു.